സീക്രട്ട് ഇതിന്റെ സീക്രട്ട് ആരും എന്നോട് ചോദിക്കേണ്ട, ആർക്കും പറഞ്ഞു തരുന്നതായിരിക്കില്ല, ആർക്കും പറഞ്ഞു തരായിരിക്കില്ല. മറ്റേ ഉയരില്ലേ, ഞാൻ സൂര്യൻ ജെഫ്രിൻ ചോദിക്കും സ്കേർട്ടൊക്കെ പറത്തിക്കൊണ്ട് ഓടും. എലിസബത്താ പെണ്ണുങ്ങളുടെ പേര് ഓർമ്മ വരുള്ളൂ. ഏതെങ്കിലും എലിസബത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. Hi guys, good morning. Welcome to our new vlog. ആദ്യമേ തന്നെ ഒരുപാട് പേര് കുറച്ച് കോംപ്ലിമെന്റ്സ് തന്നു. കൊറേ വർഷങ്ങൾക്ക് ശേഷം. അതിന്റെ അഹങ്കാരം മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അഹങ്കാരമൊന്നുമില്ല, പിന്നെ അഹങ്കാരമില്ല. ഇടയ്ക്കിടയ്ക്ക് ഷർട്ട് പൊക്കി എന്നെ കാണിക്കും. എന്തിനാ ഷർട്ട് പൊക്കി കാണിക്കുന്നേ? വേർപ്പ് ഉടക്കാനെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മതി 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 മതി. വേർപ്പ് ഉടക്കുന്ന ഒരു റൊണാൾഡോ ആണെന്നാ വിചാരം. റൊണാൾഡോയ്ക്ക് ഷർട്ട് പൊക്കി മുഖം തുടയ്ക്കാം, എനിക്കും തുടയ്ക്കാം. ദിലുവിന് പാടില്ല. ഒരു മേ ബി ഒരു 1 more month or 2 more months. എന്തിനാ ഷർട്ട് വെക്കാൻ? ഫുള്ള് ഇടയ്ക്കിടയ്ക്ക് വ്ളോഗിൽ പൊക്കി മുഖം തുടയ്ക്കാം. എന്തിനാണ് ഷർട്ട് ഇടാതെ വ്ളോഗ് ചെയ്യുക? അതായിരിക്കും ബെറ്റർ. നല്ല ഐഡിയ. അപ്പൊ ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻ പ്രതീക്ഷിച്ചോ, അവിടെ പോയി ദില്ലു ഡ്രസ് ഇടാതെ നടക്കണോ? അങ്ങനെയാണോ ടോപ്ലെസ് ആയിട്ട് നടക്കുന്നത്? ദില്ലു ഷട്ടൂരി നടന്നാലാണോ ആൾക്കാർ കൂടുതൽ പ്രിയ ഷട്ടൂരി നടന്നാലാണ് ആൾക്കാരെ കൂടുതൽ കാണാൻ ആയതുകൊണ്ട് ദില്ലു ഷട്ടൂരി പിന്നെ നമുക്ക് ചാലഞ്ച് ചെയ്യാം. നടന്നത് തന്നെ. ഓക്കെ, അപ്പൊ ഗൈസ് താങ്ക് യു ഫോർ ഓൾ ദ കോംപ്ലിമെന്റ്സ്. ജെഫ്രിനോടും ഇതിന്റെ സീക്രട്ട് ആരും എന്നോട് ചോദിക്കേണ്ട, ആർക്കും പറഞ്ഞു തരുന്നതായിരിക്കില്ല, ആർക്കും പറഞ്ഞു തരായിരിക്കില്ല. ഒരു റഫ് ആയിട്ട് സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ഞാൻ പട്ടിണിക്ക് ഇട്ടിരിക്കുകയാണ് ദില്ലുവിനെ, അല്ലെ? അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പോ ഏകദേശം ഒരു കറക്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 48 ഡേയ്സോളമായി എന്റെ ഒരു ഡയറ്റും വർക്കൗട്ടും തുടങ്ങിയിട്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരുപാട് ഇപ്പൊ ട്രാവൽ വ്ളോഗ്സ് കാണുന്നത്. നമുക്ക് അതുകൊണ്ട് ഫോക്കസ് ഓൺ മൈ ഹെൽത്ത്. ഞാൻ ഇതിനെ കുറിച്ച് ഫുൾ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷെ ഇപ്പൊ ഈ വ്ളോഗിന് തുടക്കം തന്നെ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. 48 ഡേയ്സിൽ ഐ ലോസ്റ്റ് അറൌണ്ട് 19 or 18 kilos അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, സോ അതാണ് എന്റെ ഒരു ഇത്. എനിക്കറിയാം, ഐ ലൈക്ക് കുറെ പേര് പറയും ക്വിക്ക് ഫാറ്റ് ലോസ് ആണ്, അതാണ് ഇതാണെന്ന്. ബട്ട് ഐ എം ഡൂയിങ് ഇറ്റ് അണ്ടർ വെരി എക്സ്പേർട്ട് ഗൈഡൻസ്, മേ ബി ഫ്രം ദ ബെസ്റ്റ് ഓഫ് ഇന്ത്യ തന്നെ പറയാം. സോ അങ്ങനെ ഒരു രീതിയിൽ തന്നെയാണ്. പക്ഷെ ഇത് ആർക്കും പറഞ്ഞു തരുന്നതായിരിക്കില്ല, കാരണം വളരെ ബുദ്ധിമുട്ടുമാണ്. ആൻഡ് എന്താ പറയുന്നത്, ബുദ്ധിമുട്ട് മാത്രമല്ല, ഇത്രയും ക്വിക്ക് ആയിട്ട് ലൂസ് ചെയ്യുന്നത് ഇസ് ആക്ച്വലി നോട്ട് ക്വൈറ്റ് നൈസ്. ഈ സിനിമാക്കാരൊക്കെ പെട്ടെന്ന് ട്രാൻസ്ഫോർമേഷൻ ചെയ്യില്ലേ, ഏകദേശം ആ ഒരു ടെക്നിക്ക് തന്നെയാണ് ഞാനും എടുത്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് അറിയേണ്ടത് ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ വണ്ണം കൂടുമെന്നാ. അത് പിന്നെ നമുക്ക് നോക്കാം. പക്ഷെ ഞാൻ വെറുതെ പട്ടിണിക്ക് കിടന്ന് ഇത് കുറയല്ല, കാരണം അത്യാവശ്യം മസിൽസും ഉണ്ട്. സോ അല്ലാതെ വെറുതെ മെലിഞ്ഞ് ഷോക്ഷാവാൻ എനിക്ക് ഒരു താല്പര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഐ കുഡ് ലോസ്റ്റ് അറൌണ്ട് 30 kilos in this time. അല്ല, പട്ടിണി കിടന്നല്ല മെലിഞ്ഞെന്ന്. അതെ. അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഞാൻ പിന്നെ ഒരു കാര്യം പറയാം. ഈ സീക്രട്ട് അറിയാവുന്ന വേറെ ഒറ്റ ആളേ ഉള്ളൂ. അയാള് ഇപ്പൊ ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, മിസ്റ്റർ ജെഫ്രിൻ തോമസ്. നമ്മള് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ട് പോയി ഫുഡ് അടി തുടങ്ങാം. അതൊക്കെ ട്രാൻസ്ഫോർമേഷൻ വ്ളോഗിൽ ഫുഡ് അടിയത്, അതൊക്കെ ഒരു ടെക്നീക്ക്. ആക്ച്വലി ഒരു പുതിയ കഫേ ആണ്, ഒരു ഫോറിനർ തുടങ്ങിയാന്ന് തോന്നുന്നത്. വീഗൻ കഫേയാണ്. സോ ഇവിടെ ഒന്ന് വന്ന് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ജേർണി ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആയി. അതുകൊണ്ട് ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. ഐ ഡോണ്ട് ലൈക്ക് വീഗൻ ഫുഡ്, പക്ഷെ എന്നാലും ഇത്രയും എന്താ പറയുന്നത് ഒരു സ്പെഷ്യാലിറ്റി നോക്കാം. കാരണം അത്രയധികം ഇൻസ്റ്റാഗ്രാമിൽ ഹൈപ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കഫേയാണ്, പക്ഷെ പോപ്പുലർ ആയിട്ടില്ല. ഒരു ചെറിയ കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഭയങ്കര ഹൈപ്ഡ് അപ്പ് ആണ്. ഇതാണ് കഫേയുടെ, ദേ ഹാവ് ഓൾ ജെലാറ്റോസ്. പക്ഷെ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, വീഗൻ ആണ്. അതിനെക്കുറിച്ച് ബാക്കി പറയാം. പക്ഷേ കഫേ ഇസ് ലൈക്ക് ഒരു ബാലി തീംഡ് കഫേ ആണ്, കംപ്ലീറ്റ് ഒരു എർത്തി വൈബ്സ് ആണ്. ദേ ഹാവ് ഓക്കെ. സോ ഇവിടെ ഒരു ബൊട്ടീക്കും ഉണ്ട്, ലവിങ് എർത്ത്. ഐ തിങ്ക് സോ ദാറ്റ്സ് ദ ബ്രാൻഡ് നെയിം, ലവിങ് എർത്ത് കഫേ എന്ന് പറഞ്ഞ്. കുറച്ച് ടീഷർട്ട്സും അങ്ങനത്തെ ഒക്കെ ഇട്ട്, ആൻഡ് കുറച്ച് സ്പൈസസ് ഒക്കെ ആയിട്ട്, പ്ലസ് എസെൻഷ്യൽ ഓയിൽ. ശരിക്കും ഒരു ബാലി വൈബ്സ് ആണ് ഇവിടെ മൊത്തം വരുന്നത്. ഇതൊരു റോ ഏർത്തി റസ്റ്റിക് വൈബിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ബട്ട് അതിനെക്കുറിച്ച് എന്താണെന്ന് ഞാൻ പറയാമേ. അപ്പൊ പൂക്കളുള്ള ഷർട്ടൊക്കെ ഇട്ടിട്ടാ വന്നിരിക്കുന്നത്. ഇപ്പോഴാണ് ഇതൊക്കെ ഫിറ്റ് ആക്കുന്നത്. പ്രിയക്ക് അസൂയ സഹിക്കുന്നില്ലാട്ടോ ഞങ്ങള് രണ്ടുപേരെയും കണ്ടിട്ട്. നിങ്ങൾ പറയുന്നത് കേട്ടാ, നിങ്ങൾ രണ്ടുപേരെക്കാളും വണ്ണോ എനിക്കാന്നാ.
അതോടെ അസൂയാൻ പറ്റില്ല. ഞാൻ പറയാം നമ്മളൊരു 3 മാസം കഴിയുമ്പോഴേ ചിലപ്പോ വേർപ്പൊക്കെ ഇങ്ങനെ എടുത്ത് തുടയ്ക്കാൻ തുടങ്ങുന്നു. ഇതിപ്പോ 10ാമത്തെ പ്രാവശ്യം വീഡിയോയില് വയറ് കാണിക്കുന്ന അറിയാം. മറ്റേത് കണ്ടിട്ടില്ലേ അഭിനയന്റെ പാട്ടിലെ കൃഷ്ണ പോയി മുങ്ങും ചന്ദ്രികേ മണിമുത്തം കൊണ്ട് മൂടാം ഞാൻ നിന്നെ. ഞാൻ ആ പാട്ട് ഡാൻസിങ് കേട്ടാ എന്റെ പാട്ട് ചന്ദ്രികയെ നമ്മുടെ ബീച്ചിൽ ഓടുക. ഞാൻ പറഞ്ഞപ്പോ ജെഫ്രിന്ന് ഓടണമെന്ന്. എന്താ മറ്റേ ഉയരില്ലേ ഞാൻ സൂര്യൻ ജെഫ്രിൻ ചോദിക്കും അതല്ലല്ലോ, സ്കേർട്ടൊക്കെ പറത്തിക്കൊണ്ട് ഓടും. അതല്ലായിരിക്കും 1 മില്യൺ വ്യൂസ്. അപ്പൊ ഞങ്ങളുടെ സീക്രട്ട് ആരോടും പറയുന്നതായിരിക്കില്ല, കാരണം എക്സ്ട്രീം സംഭവമാണ്. അതുകൊണ്ട് അത് ആരോട് നമ്മൾ ചെയ്യാൻ റെക്കമെൻഡ് ചെയ്യില്ല. പക്ഷെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഹോപ്പ്ഫുള്ളി ഞങ്ങളുടെ ഒരു ടാർഗറ്റ് ഒരു 2 to 3 months പക്കിയിട്ടെത്തും. പക്ഷെ ഇപ്പൊ തന്നെ സിഗ്നിഫിക്കന്റ് ആയിട്ട് നമ്മുടെ ആ ടാർഗറ്റിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓൾറെഡി 20 above ആയിട്ട് വെയിറ്റ് ലോസ് എന്റെ ഞാൻ പറഞ്ഞ പോലെ ഒരു 18 to 19 kilos. പക്ഷെ ഇനിയും ഓൺഗോയിങ് ജേർണിയാണ്. അതുകൊണ്ട് ആരും സീക്രട്ട് ചോദിക്കേണ്ട. ആപ്സ് കാണുന്നിടം വരെ ഞങ്ങൾ നിർത്തൂല. അതിന്റെ കൂടെ ഇപ്പൊ കപ്പലണ്ടി ചായം കഴിച്ചിട്ട് വന്നിരിക്കുന്നത്. സൺഡേ ബ്രേക്ക് അല്ലേ? സൺഡേ ബ്രേക്ക്. അതുകൊണ്ടാണ് വീഗൻ ഫുഡ് കഴിക്കാൻ വന്നത്. ഇപ്പൊ അത് എനിക്ക് മനസ്സിലായി. ഇവിടെ എനിക്കറിയില്ല, എനിക്ക് ചിക്കൻ വേണം. പറ്റിയില്ല നമുക്കൊരു നമുക്ക് പറ്റില്ലല്ലോ, നമുക്കല്ലേ ബ്രേക്ക് പറ്റില്ല. നമുക്ക് സോയാ മിൽക്കിലാണ് ചായയും കാപ്പിയൊക്കെ. സോയാ മിൽക്ക് എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാധനം. എനിക്ക് ഒന്നും ഇഷ്ടമല്ല, പക്ഷെ ഒരു ഭയങ്കര സംഭവം ആയതുകൊണ്ട് വന്നു. പക്ഷെ കണ്ടിട്ട് അന്നൊരു ഐസ്ക്രീം ഫാബിന് നമ്മളെ കൊണ്ട് ഐസ്ക്രീം കഴിപ്പിക്കണം എന്ന് ഞാൻ അവരോട് പറഞ്ഞു പാല് മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. എനിക്കൊന്നും ഇവിടെ പ്യോർ വീഗൻ ആയിട്ടുള്ള കംപ്ലീറ്റ് ഇൻക്ലൂഡിങ് മറ്റേ സ്റ്റാർട്ടർ എന്താ അറിയോ, നമ്മള് സൂഷി ഇല്ലേ ഇന്ന് പകരം വാട്ടർ മെലൺ സൂഷിയോ അങ്ങനെ എന്തൊക്കെയാ. ഇതൊക്കെ നമുക്ക് മസ്റ്റ് ആണ്. പിന്നെ നമുക്ക് അത്രയും പുരോഗമനമൊന്നും ഇല്ലല്ലോ. നമ്മള് മറ്റേ കേറിക്ക നമുക്ക് അവിടെ പറ്റിയ സ്ഥലത്ത് പോവാം അല്ലെ. കുറച്ച് മുട്ടയും കോഴിയും നല്ല കാപ്പിയും. ഏതാ ഷുഗർ ഫ്രീ? ഏതാ ഉള്ള ചോക്ലേറ്റ് മതി. ഷുഗർ ഫ്രീ നമുക്ക് എന്താ അറിയോ, അത് തന്നെ അതും താഴെ ഇട്ട്. നമുക്കെന്താ അറിയോ, കഴിക്കുമ്പോ പ്രോപ്പറായി കഴിക്കണം, അല്ലെങ്കിൽ കഴിക്കരുത്. എനിക്കും അതാ. അല്ലാതെ ഈ ഡയറ്റ് ഫുഡും അങ്ങനെയൊന്നും ഒരു താല്പര്യവും ഇല്ല. കഴിക്കുമ്പോൾ നമ്മൾ പക്കയായിട്ട് കഴിക്കണം, ചെയ്യുമ്പോൾ നമ്മൾ പക്കയായിട്ട് ചെയ്യും. പക്ഷെ കണ്ടിട്ട് ഫുൾ ഫ്രഷ് ബ്ലൂബെറീസ് ആണ്. കൊള്ളാം അല്ലേ? മിൽക്ക് എന്ന് പറഞ്ഞൊരു സാധനേ ഇല്ല. അത് നമുക്ക് ഫീൽ ചെയ്യണം. ഷുഗർ ഇല്ല, ആ ബ്ലൂബെറിയുടെ മധുരം. ആൻഡ് ലിറ്ററൽ എന്താ പറയുന്നത്, ആ ബ്ലൂബെറീസ് ആയിട്ട് തന്നെ ഇത് കിടക്കുന്നത്, ഫ്ലേവേഴ്സും അല്ല. ഫാബിൻ പറഞ്ഞല്ലോ ഒരു വിയറ്റ്നാമീസ് ഒരു കോക്കനട്ട് ചെറിയൊരു ഇത്. എനിക്കൊന്ന് കോക്കനട്ട് മിൽക്ക് ആയിരിക്കും ചിലപ്പോൾ അവർ ഇതിൽ ഉപയോഗിക്കുന്നത്, കാരണം നല്ല കോക്കനട്ട് ഫ്ലേവർ ഉണ്ട്. തീർന്നല്ല, നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല നമ്മൾ അങ്ങനെ അല്ലല്ലോ ഇതിൽ പറഞ്ഞത്, നമ്മൾ ചെയ്യുമ്പോ അതേപോലെ ചെയ്യുന്നില്ല. നല്ലതെന്നും പറയും. മറ്റേ ഇനി മുട്ടയും ചിക്കനും ബ്രെഡും അതാണ് അങ്ങനെ പറ. സ്ഥിരം സൺഡേ സലായ ഗ്രാൻഡ് അപ്സ്റ്റേച്ചിൽ തന്നെ വന്നിരിക്കുവാണ്. എനിക്കൊന്ന് ജെഫറിന്റെ ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു ഇവിടെ. ഫാബിന്റെയും ഫസ്റ്റ് ടൈം ആണോ എന്നും അറിയില്ല. ഞങ്ങൾക്ക് ഇവിടെ വന്നില്ലെങ്കിൽ സൺഡേ കംപ്ലീറ്റ് അല്ല കേട്ടാ. എന്നാലും വീഗൻ വാട്ടർമെലൺ സാലഡ് കഴിക്കാറുന്നല്ലേ. ഇവിടുത്തെ ഫേവറേറ്റ് സ്പോട്ട് ഇത് കിട്ടിയാലാണ് പ്രിയ ഹാപ്പി. ഇവിടെ വരെ വന്നാ പോരാ, എപ്പോഴും ഈ സീറ്റ് കിട്ടണം. നിങ്ങളെ ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾ ഇവിടെ ഒന്ന് വന്ന് കഴിക്കുക. വർഷങ്ങളായി ഞങ്ങൾ വരുന്ന സ്ഥലമാണ്. എല്ലാം അഫോർഡബിൾ. ഓക്കെ, ക്യാപ്പച്ചീനോ ഒക്കെ ഇത്രയും നല്ലൊരു സെറ്റിംഗിൽ ഇങ്ങനത്തെ ഒരു സെറ്റിംഗ് കണ്ട നല്ല സെറ്റിംഗിൽ ദ കോസ്റ്റ് ഇസ് ജസ്റ്റ് 150 rupees ആൻഡ് ഓൾ. ഇന്നത്തെ കാലത്ത് എവിടെ കിട്ടും? അതുപോലെ തന്നെ എവറിത്തിങ് ഇസ് വെരി അഫോർഡബിൾ. നല്ല ക്വാളിറ്റി, നല്ല ടേസ്റ്റ് ഉണ്ട്. പ്രിയ ആസ് യൂഷ്വൽ സ്റ്റാർട്ടിങ് വിത്ത് ക്യാപ്പച്ചീനോ, അല്ല സോറി ഫിൽട്ടർ കോഫി. അതും അതിന്റെ ഗ്ലാസിന്റെ ഭംഗി അതായത് എവിടെ കിട്ടും എന്ന് ആലോചിച്ച് നോക്ക്. ഈ കഫേ ടൈപ്പിൽ ഫിൽട്ടർ കോഫി ഇതൊക്കെ റയറാ. കുഞ്ഞു ഗ്ലാസ് എന്ന് പറഞ്ഞ ഏത് പ്രിയയുടെ കോഫിയോ 70 രൂപ ഉള്ളൂ ഫിൽട്ടർ കോഫിക്ക്. മതി. ജെഫ്രിന്റെ ഈ സൈസാ വരുന്നത്. പിസ്സാസും നല്ലതാണ്. ഇവിടുത്തെ സ്മാഷ് ബർഗേഴ്സ്,
സ്റ്റേക്സ് ഞാൻ കഴിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇവിടെ വന്ന് കഴിക്കുക. ഞങ്ങളുടെ ഫേവറേറ്റ് ചിക്കൻ മഷ്റൂം ചീസ് ഓംലെറ്റ് ആണ്. അത് ജെഫ്രിൻ തീർക്കുമല്ലോ എന്ന് എനിക്കത് കാണണം. ഇപ്പത്തെ ജെഫ്രിൻ ഓംലെറ്റ് എനിക്ക് സംശയമാണ്. എന്നാ നോക്കാം. ഇന്നലെ തൊട്ട് വേറെ കഴിച്ചിട്ടില്ലല്ലോ. ഞാൻ കുടിക്കുന്ന സെയിം മതി എന്ന് പറഞ്ഞു ജെഫ്രിന്. അപ്പൊ ബ്ലാക്ക് കോഫി, കോൾഡ് കോഫി ബ്ലാക്ക്. ഇവരുടെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ സാധാരണ ഞങ്ങൾ ഇതൊന്നും കഴിക്കാറില്ല. പിന്നെ പ്രോട്ടീൻ വേണ്ട ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ ഓർഡർ ചെയ്തത്. എന്ത് പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ? ഓ അപ്പൊ കഴുകിത്തരോ? ഒരു കാര്യം ചെയ്യോ, വായലിട്ടിട്ടേ അതിന് ടേസ്റ്റ് ഇത് ചിക്കന് ഇപ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു ക്രം കോട്ടഡ് ആയിട്ടുള്ള ചിക്കനാണ്. അതിൻ്റെ കൂടെ ഒരു സ്വീഡൻ മമ്മിയുടെ സാധനം കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. ശരിക്കും അത് തന്നെ കേട്ടാ. ക്രിസ്പി, സ്വീറ്റ്, ലിറ്റിൽ ബിറ്റ് ഓഫ് സ്പൈസി ആൻഡ് സോൾട്ട്. ഹണി ചില്ലി പൊട്ടേറ്റോ കഴിച്ചോ ധൈര്യത്തോടെ നോക്കട്ടെ. പൊട്ടേറ്റോ The potato is better than the chicken. Sesame. Sesame honey ഇട്ട് സോട്ട് ചെയ്തുകൊണ്ട് ആ ഹണി ഒന്ന് ഷുഗർ ആയിട്ട് കാരമലൈസ് ആയിട്ടുണ്ട് പൊട്ടേറ്റോയില്. അമേസിങ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അതും പൊട്ടേറ്റോ വെജസും മൊത്തം. ജെഫ്രിന് വേണ്ടി പ്രിയ സ്നേഹത്തോടെ ഓർഡർ ചെയ്തതാ. അങ്ങനെ പറയല്ലേ, എന്നാ ഫാബും കഴിക്ക്. ഇത് ഒരു മെറ്റിൽഡ കേക്ക് ആണ്. സോ ഇറ്റ്സ് ലൈക്ക് എ ഡാർക്ക് ചോക്ലേറ്റ് കേക്ക് വിത്ത് സം ചോക്ലേറ്റ് സോസ്. പക്ഷെ സോസ് കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നു കേട്ടോ. കൊള്ളാം. ആണോ? ഷോപ്പിലുണ്ടോ? നമ്മുടെ ഷോപ്പിലുണ്ട്, എല്ലാവർക്കും ഉണ്ട്. എന്താ പ്രിയ നോക്കുന്നത്? എലിസബത്താ പെണ്ണുങ്ങളുടെ പേര് ഓർമ്മ വരുള്ളൂ. ഏതെങ്കിലും എലിസബത്ത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എന്തൊരു പേര് പ്രിയ. അതെ, മെറ്റിൽഡ. അതെ 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 അതെ. ആരാ ജെഫ്രി എലിസബത്ത്? അടിപൊളി കേട്ടോ, ഒട്ടും ഡ്രൈ അല്ല. ഇതിന്റെ അകത്തും തന്നെ ഉണ്ടാ. ഒരു സ്പൂൺ മാത്രം നോക്കിക്കോ. ആ നല്ല മോയിസ്റ്റ് ചോക്ലേറ്റ് കേക്ക് കേട്ടോ. ഇത് മെറ്റിൽഡ കേക്ക് ആണ്. ഇത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓർഡർ ചെയ്യാം. ഡാർക്ക് ആണെങ്കിൽ, ഡാർക്ക് കേക്ക്സ് ഇഷ്ടമാണെങ്കിൽ, ഡാർക്ക് ചോക്ലേറ്റ് കേക്ക്സ് ഇഷ്ടമാണെങ്കിൽ ഇതും ഹൈലി റെക്കമെൻഡബിൾ ആണ്. രണ്ടുപേരും കൂടി അടി ഉണ്ടാക്കില്ല ഒരു കേക്കിന് വേണ്ടി. ബാക്ക് ടു ഡയറ്റ്. നാളെ വലിയൊരു വിശേഷം. നാളെ വലിയൊരു വ്ളോഗ് ആയിരിക്കും കേട്ടാ. അതൊരു സംഭവമായിരിക്കും, ഒന്നൊന്നര സംഭവമായിരിക്കും. നാളെ എന്ത് ഇടണം എന്ന് ഓർക്കുമ്പോഴാ. ഡ്രസ്സിംഗ് അല്ലേ എല്ലാം ലൂസ്. എല്ലാരും ബ്ലാക്ക് ആണ്. നാളെ ബ്ലാക്ക്. വേണ്ടല്ലോ, വേണ്ട. ഫുഡ് കഴിക്കുമ്പോ കറി തെറ്റും വേണ്ട. എന്തായാലും കറി വെത്ത് വീഴുമല്ലോ. ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് വേണമെന്നൊന്നുമില്ല. ബ്ലാക്ക് ടോപ്പെങ്കിലും ഇടുക. എന്നാ അപ്പൊ ഓക്കെ. മുമ്പ് എന്താണെന്നറിയോ, ഇവര് മറ്റേ കാലിക്കറ്റ് എക്സിബിഷൻ വന്നിട്ട് ഭയങ്കര ബഡീസായി. ഫാബിൻ നാളെ ജെഫ്രിന്റെ റൂം എടുത്തിരിക്കുക. രണ്ടുപേരും കൂടെ റൂം എടുത്ത് നാളെ താമസിക്കാൻ പോവാന്ന് കാസിനോ ഹോട്ടലില്. മറ്റേ അതെ, ഇപ്പൊ ഫാബിനെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തെറാപ്പി വേണമ്പോ നിവിൻ പോളിയുടെ ഇപ്പത്തെ പടമല്ലേ, അതിൽ നിവിൻ പോളിയുടെ കൂടെയുള്ള മറ്റേ സുരേഷ് കൃഷ്ണ, അതാണ് ജെഫ്രിൻ. കെട്ടത്തുമില്ല, കൂടെ കെട്ടാൻ നടക്കുന്നവരെ കെട്ടിക്കത്തുമില്ല. ബ്രെയിൻ വാഷിന്റെ ആവശ്യമുണ്ട്. നാളെ കൊണ്ട് സെറ്റ് ആയി കൊടുക്കണം. ഞാൻ വെറുതെ വിടില്ല.